വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ കണ്ണൂരും കാസർഗോഡും ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്നുള്ള മുന്നറിയിപ്പുണ്ട്. 2 ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം ഓറഞ്ച് അലർട്ടാണ്, അതായത് തീവ്ര മഴ പെയ്യും. കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. KV രാഹുലുണ്ട് കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്ന് സാരംഗുമുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. എവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടോ? വലിയ കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? എന്താണ് ജില്ലയിലെ അന്തരീക്ഷം? അക്ഷയ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് മഴക്കെടുതികളൊന്നും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒന്നും തന്നെയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ മഴ 100 മില്ലിമീറ്റർ പോലും പെയ്യുന്ന രീതിയിലേക്ക്, ആ ഒരു കണക്കിലേക്ക് ഭീമമായ ഒരു കണക്കിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പടന്നക്കാടും അതുപോലെ തന്നെ തൃക്കരിപ്പൂർ പ്രദേശങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ വലിയ ഒരു അളവാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി ഒന്ന് കുറഞ്ഞു വരുന്നൊരു അവസ്ഥയിലേക്ക്, ഇപ്പോൾ ആകാശം പൂർണ്ണമായി തെളിയുന്നൊരു അവസ്ഥയാണുള്ളത്. മലയോര മേഖലകളിലൊക്കെ തന്നെ സ്ഥിതി സാധാരണഗതിയിലേക്ക് തന്നെ മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ നിലവിലിപ്പോൾ വെള്ളക്കെട്ടിൻ്റെ ഭീഷണിയൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. സാധാരണ പ്രളയ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന പുഴയോരങ്ങളിലുള്ള ആളുകളോടൊക്കെ തന്നെ സാധാരണ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള അതീവ ജാഗ്രതയിലേക്ക് പോകണമെന്നുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ഒന്നും തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പൊതുവെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങളാണ് പട്ല, മധൂർ പോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ. അവിടെങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ, ശരി. സാരംഗാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാഹുലുണ്ട് കണ്ണൂരിൽ. KV രാഹുൽ, കണ്ണൂരിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എവിടങ്ങളിലൊക്കെയാണ് നിലവിൽ മഴയുടെ പെയ്ത്ത് അനുഭവപ്പെടുന്നത്? എവിടങ്ങളിലൊക്കെയാണ്? എന്താണ് ജില്ലയിലെ അവസ്ഥ? പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ച ജോസ്ഗിരി, ആലക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. ഇന്ന് രാവിലെ യെല്ലോ അലേർട്ടായിരുന്നു. മഴ കുറച്ച് കുറഞ്ഞു നിന്നു. പിന്നീട് ഉച്ചയോടുകൂടി ഓറഞ്ച് അലേർട്ടായി ഉയർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ടിലാണ് ഇത്രയും തീവ്രമായ മഴ കണ്ണൂർ ജില്ലയിൽ ഉടനീളം മലയോര മേഖലയിൽ, ഞാനീ പറഞ്ഞ ജോസ്ഗിരി, ആലക്കോട്, ഇരിട്ടി, കൊട്ടിയൂർ, പേരാവൂർ മേഖലകളിലൊക്കെ തന്നെ പെയ്തിരുന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എങ്കിലും ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പുളിക്കലിന് സമീപത്ത് ഒരു വാഹനം തന്നെ പാലത്തിൽ നിന്ന് ഒഴുകി പുഴയിലേക്ക് പോയി 3 പേർ അപകടപ്പെടുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു അനിഷ്ട സംഭവമാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെ ഉണ്ടായത്. ഏതായാലും മഴ പിന്നീട് ശക്തി കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഓറഞ്ച് അലേർട്ടിന് അനുസൃതമായൊരു മഴ കണ്ണൂർ ജില്ലയിൽ എവിടെയും തന്നെ ലഭിക്കുന്നില്ല എന്നതാണ്. അതായത് മലയോരമാണെങ്കിലും നഗരപ്രദേശമാണെങ്കിലും തീരദേശത്തോട് ചേർന്ന സ്ഥലങ്ങളിലാണെങ്കിലും പൊതുവെ പറയുമ്പോൾ ഓറഞ്ച് അലേർട്ടിന് അനുസൃതമായൊരു മഴ ഈ ഒരു മണിക്കൂറിൽ ലഭ്യമാകുന്നില്ല എന്നത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ മുന്നറിയിപ്പ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അത്രയും ശ്രദ്ധ പാലിക്കണം എന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. കാരണം മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത്രയും മഴ പെയ്ത് മണ്ണൊക്കെ കുതിർന്നു നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് വീണ്ടും മഴ പെയ്യുന്ന സമയത്ത് മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യത വളരെയധികം തന്നെയാണ്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കണ്ണൂരിലെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അളവിൽ മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് KV രാഹുൽ നൽകുന്ന വിവരം.